പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുന്നു. ആണയിടുന്ന ശീലം നന്നല്ല, പരിശുദ്ധൻ്റെ നാമം വെറുതെ ഉരുവിടരുത്. ആണയിടുന്ന ശീലം നന്നല്ല, പരിശുദ്ധൻ്റെ നാമം വെറുതെ ഉരുവിടരുത്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ സത്യം ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, സത്യമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആണയിടുന്നു. എന്നിട്ട് അതിലേക്ക് ആണയിടുമ്പോൾ ദൈവത്തിൻ്റെ തിരുനാമവും ചേർത്ത് വയ്ക്കുന്നു. ഇത് രണ്ട് തരത്തിലുള്ള പാപങ്ങൾ അതിൽ വരുന്നു. ഒന്നാമതായി നമ്മളുടെ സത്യസന്ധതയെക്കുറിച്ച് അല്ലെങ്കിൽ സത്യസന്ധതയെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്താഗതി ശരിയല്ലാത്തത്. നമ്മൾ നുണ പറഞ്ഞേക്കാം, നുണ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കുന്നവർ അത് അത്തരത്തിലുള്ള ഒരു ചിന്ത വന്നേക്കും എന്നൊക്കെയുള്ള തെറ്റായ ഒരു ബോധ്യം അല്ലെങ്കിൽ ബോധ്യമാണ് ആണയിടുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. വിശ്വാസക്കുറവാണ് ആണയിടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ ആണയിട്ട് സംസാരിക്കേണ്ട കാര്യം ഇല്ല. എപ്പോഴും നമ്മൾ സത്യമേ പറയാവൂ, സത്യം മാത്രം പറയുക, നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ബോധ്യമില്ലാത്ത ഒന്നിനെക്കുറിച്ച് നമ്മളൊന്നും സംസാരിക്കാതെ ഇരിക്കുക. ബോധ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ആണയിടേണ്ടി വരികയില്ല എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം എന്തു തന്നെയായാലും നമ്മൾ വൃഥ പ്രയോഗിക്കരുത്. അവിടുത്തെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. 10 കൽപ്പനകളിൽ ഒന്നാണത്. തിരുനാമം വൃഥ നമ്മൾ പ്രയോഗിക്കരുത്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു നിയമമാണ്. ദൈവതിരുനാമം എല്ലാത്തിലേക്കും വലിച്ചിഴയ്ക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് ആത്മീയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നമ്മൾ ഓരോ തവണ ദൈവത്തിൻ്റെ തിരുനാമം വൃഥ പ്രയോഗിക്കുമ്പോഴും പിശാച് നരകത്തിലിരുന്നു കൊണ്ട് ദൈവത്തെ നോക്കി അട്ടഹസിക്കുന്നുണ്ട്. അവൻ പറയും, നിൻ്റെ മകൻ അല്ലെങ്കിൽ നിൻ്റെ മകൾ നിൻ്റെ തിരുനാമം, നിൻ്റെ പേര് വൃഥ ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് സ്വർഗത്തിലേക്ക് അട്ടഹസിക്കുന്നു. അപ്പം അതിന് കാരണക്കാരനായി നമ്മൾ മാറരുത്. ദൈവം പരിഹസിക്കപ്പെടുന്ന അനുഭവം നമ്മൾ ദൈവ തിരുനാമം വൃഥ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒരിക്കലും നമ്മളുടെ കൂട്ടുകാർക്ക് മുന്നിലായാലും നമ്മളുടെ വീട്ടുകാർക്ക് മുന്നിലായാലും നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴായാലും മറ്റുള്ളവരുടെ മുൻപിൽ ഒരിക്കലും ദൈവ തിരുനാമത്തെ നമ്മൾ വൃഥ പ്രയോഗിക്കരുത്. അത് വലിയ, നമ്മൾ പോലും അറിയാത്ത ആത്മീയ മേഖലയിലുള്ള വലിയ തിന്മയ്ക്ക് കാരണമാകുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്യസന്ധമായ സംസാരം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.